മുഖ്യമന്ത്രിയും ശബരിമല സ്വർണ്ണക്കവർച്ച കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള AI ഫോട്ടോ പ്രചരിപ്പിച്ച സംഭവത്തിൽ കോൺഗ്രസ് നേതാവ് എൻ സുബ്രഹ്മണ്യത്തിന്റെ വീട്ടിൽ പോലീസ് പരിശോധന. പിന്നാലെ സുബ്രഹ്മണ്യത്തെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. വിവരങ്ങൾ ശ്യാമപ്രസാദാണ് കോഴിക്കോട് നിന്നും നൽകുന്നത്. കോഴിക്കോട് ശ്യാമ, എപ്പോഴാണ് ഈ വീട്ടിൽ റെയ്ഡ് ഉണ്ടായത്? കഴിഞ്ഞ ദിവസം ഈ സുബ്രഹ്മണ്യത്തിനെതിരെ പോലീസ് കേസ് എടുത്തിരുന്നുവല്ലോ. ഈ റെയ്ഡിന് ശേഷം എപ്പോഴാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്? യെസ്, ശബരിമല സ്വർണ്ണ കവർച്ച കേസിലെ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫോട്ടോ പ്രചരിപ്പിച്ച സംഭവത്തിലാണ് കോൺഗ്രസ് നേതാവ് എൻ സുബ്രഹ്മണ്യത്തിനെതിരെ കഴിഞ്ഞ ദിവസം പോലീസ് കേസെടുത്തത്. കൂടാതെ സുബ്രഹ്മണ്യത്തിന്റെ വീട്ടിൽ ഇന്നിപ്പോൾ പോലീസ് പരിശോധന നടക്കുകയും സുബ്രഹ്മണ്യത്തെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരിക്കുന്നു. വിവരങ്ങൾ ശ്യാമപ്രസാദ് നൽകും. ശ്യാം, എപ്പോഴാണ് ഈ റെയ്ഡ് സംഭവിച്ചത്? അറസ്റ്റ് എപ്പോഴായിരുന്നു? മുഖ്യമന്ത്രി പിണറായി വിജയനും ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള കഴിഞ്ഞ ദിവസം ഒരു ഫോട്ടോ വിവാദമുണ്ടായിരുന്നു. ഓഗസ്റ്റ് 20-ന് സെക്രട്ടേറിയറ്റിൽ നടന്ന ആംബുലൻസ് കൈമാറ്റ ചടങ്ങിനിടെ ഈ ഒരു ചിത്രം AI നിർമ്മിതമാണെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വാദം. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചില തെളിവുകളെല്ലാം പുറത്തുവിട്ടിരുന്നു. പിന്നാലെയാണ് ഈ KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം കൂടിയായ N ശ്രീകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ മുഖ്യമന്ത്രിയും പോറ്റിയുമായുള്ള ചിത്രങ്ങൾ വക്രീകരിച്ചതിന് പിന്നാലെ ഇത്തരത്തിൽ കേസെടുത്തിരുന്നത്, N ശ്രീകുമാറിനെതിരെ കേസെടുത്തിരുന്നത്. ഇതിന്റെ ഈ കേസ് നടപടിയുടെ ആദ്യ ഭാഗമെന്നോണമാണ് ഇന്ന് രാവിലെയോടുകൂടി തന്നെ N ശ്രീകുമാറിന്റെ വീട്ടിൽ ചേവായൂർ പോലീസ് സംഘം പരിശോധനയ്ക്കായി എത്തിയത്. പരിശോധന നടപടികൾ പൂർത്തിയാക്കി കസ്റ്റഡിയിലേക്ക് അല്ലെങ്കിൽ ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിൽ എടുക്കുന്നു എന്നുള്ള നോട്ടീസാണ് ഇപ്പോൾ അന്വേഷണ സംഘം കൈമാറിയിരിക്കുന്നത്. ചേവായൂർ പോലീസ് സംഘമാണ് ഇപ്പോൾ N ശ്രീകുമാറിന്റെ വീട്ടിലുള്ളത്. അല്പസമയത്തിനകം തന്നെ ഇദ്ദേഹത്തെ ചേവായൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരു ഫോട്ടോ വിവാദം ഉണ്ടായപ്പോൾ തന്നെ ഈ KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം കൂടിയായ N ശ്രീകുമാർ ഉറച്ചു നിൽക്കുകയായിരുന്നു. പ്രധാനമായും മുഖ്യമന്ത്രിയുടെ ഓഫീസ് പങ്കുവച്ച ചിത്രങ്ങൾ മാത്രമാണ് താൻ എടുത്തത്. അതിന് താൻ നൽകിയ അടിക്കുറിപ്പ് മുഖ്യമന്ത്രിയും പോറ്റിയും തമ്മിൽ എന്തായിരുന്നു ഇതിൽ പറയുന്നതെന്നുള്ള അത് പുറത്തു പറയണമെന്നുള്ളൊരു അടിക്കുറിപ്പായിരുന്നു. ആ നിലപാടിൽ താൻ ഉറച്ചു നിൽക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ട ചിത്രം തന്നെയാണിത്. അതിനാൽ തന്നെ താനും നിയമ നടപടിക്ക് പോകുമെന്നാണ് നമ്മളോട് N ശ്രീകുമാർ വ്യക്തമാക്കിയിരുന്നത്. ഇതിന് പിന്നാലെയാണ് ചേവായൂർ പോലീസ് ഇപ്പോൾ ഈ ഒരു ഫോട്ടോ വിവാദത്തിൽ നടപടി എടുത്തിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ N ശ്രീകുമാറിനെ കസ്റ്റഡിയിലെടുത്ത് പ്രധാനമായും ചേവായൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും. ഗൗതം, ഓക്കെ. എന്തായാലും കോൺഗ്രസ് നേതാവ് സുബ്രഹ്മണ്യത്തെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിലെ പ്രധാനപ്പെട്ട പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള ഫോട്ടോ പ്രചരിപ്പിച്ചു എന്നതിൻ്റെ പേരിലാണ് കോൺഗ്രസ് നേതാവിനെതിരെ നടപടിയുമായി ഇപ്പോൾ പോലീസ് രംഗത്ത് എത്തിയിരിക്കുന്നത്. ശ്യാമപ്രസാദാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.